എല്ലാവരുടെ വീട്ടിലും ഇപ്പം മാങ്ങ കാണും. ഒരുപാട് മാങ്ങ പിടിക്കുന്ന കാലമല്ലേ ഇപ്പം. അപ്പോൾ നമ്മുടെ മാവിൽ ശരിക്കും മാങ്ങയുണ്ട്. അപ്പോൾ കുറച്ചധികം മാങ്ങ ഇന്ന് കിട്ടി. അപ്പോൾ പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മാങ്ങയിലോട്ട് ഒരു പച്ചമുളകിട്ട് നന്നായിട്ട് തിളപ്പിച്ച്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അരപ്പിനായി 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും തേങ്ങയും ഇട്ട് നന്നായിട്ട് മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ മിശ്രിതം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുളിപ്പിനനുസരിച്ചുള്ള തൈര്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. ആ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഒന്ന് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ചൂടാക്കി ഇതിനകത്തേക്ക് നമുക്കിനി കടുക് വറുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ കടുകും എരിക്കനുസരിച്ച് 1-2 വറ്റൽമുളക് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് താളിച്ച് നമ്മൾ ഈ പുളിശ്ശേരിയിലോട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ മാങ്ങാ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.